മധ്യ കേരളത്തിലെ ഭദ്രകാളിക്കാവുകളിൽ നടത്തുന്ന ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. വരിക്കപ്ലാവിൻ്റെ തടിയിൽ ഭദ്രകാളിയുടെ രൂപം കൊത്തിയുണ്ടാക്കി ആ മുടി അഥവാ കിരീടം ശിരസിലേറ്റുന്നതാണ് മുടിയേറ്റ്. ദാരികൻ, ദാനവേന്ദ്രൻ എന്നീ പറയുന്ന രണ്ട് അസുരന്മാരെ നിഗ്രഹിക്കാനായിട്ട് ഭദ്രകാളി ശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഭൂജാതയാവുന്നതും അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ അവരെ നിഗ്രഹിക്കുന്നതുമായ കഥ 7 രംഗങ്ങളും 7 കഥാപാത്രങ്ങളുമായി നടത്തുകയാണ് മുടിയേറ്റിലൂടെ. ആദ്യമായിട്ട് ശിവനാരദ സംവാദം എന്ന രംഗമാണ് മുടിയേറ്റിലുള്ളത്. ഭഗവാൻ പരമശിവൻ്റെ അടുത്ത് നാരദ മഹർഷി ചെന്ന് ദാരികൻ്റെ ദുഷ്കർമ്മങ്ങൾ പറയുന്ന രംഗമാണ് ആദ്യത്തെ രംഗം. തുടർന്ന് ദാരികൻ്റെ പുറപ്പാട്. ദാരികൻ തൻ്റെ വീരശൂര പരാക്രമങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നു. തുടർന്നാണ് ഭദ്രകാളി പുറപ്പാട്. മുടിയേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭക്തി നിർഭരവുമായ ചടങ്ങാണ് അല്ലെങ്കിൽ രംഗമാണ് ഭദ്രകാളി പുറപ്പാട്. പന്തത്തിൽ തെള്ളിയെറിഞ്ഞ് ചടുലമായി നൃത്തം ചെയ്ത് താളമേളങ്ങളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടിയോടുകൂടി പോർക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഭദ്രകാളി രൂപം അതീവ ഭയാനകവും ഭക്തി നിർഭരവുമാണ്. തുടർന്നുള്ള രംഗമാണ് കോയിമ്പട നായർ. ശിവൻ്റെ വാഹനമായ നന്ദി ഒരു പടനായകൻ്റെ വേഷത്തിലെത്തി ഭദ്രകാളിയോടൊപ്പം യുദ്ധത്തിന് സഹായിക്കാനെത്തുന്ന തരത്തിലാണ് ഈ വേഷം വിഭാവനം ചെയ്തിരിക്കുന്നത്. തുടർന്നുള്ള രംഗമാണ് കൂളി പുറപ്പാട്. ഭൂതഗണങ്ങളെ പ്രതിനിധീകരിച്ചെത്തുന്ന കൂളി ഒരു ഹാസ്യ കഥാപാത്രമാണ്. തുടർന്നാണ് കൂടിയാട്ടം അഥവാ യുദ്ധം. ഈ രംഗത്ത് കൂളിയും ദാരികദാനവേന്ദ്രന്മാരും ഭദ്രകാളിയും കളം നിറഞ്ഞാടുന്നു. ഒടുവിൽ പോർക്കളി ബാധിച്ച ഭദ്രകാളിയുടെ മുടി പിഴുതെടുത്ത് ആയുധം നിലത്ത് കുത്തിക്കുന്നതോടുകൂടി മുടിയേറ്റിൻ്റെ രംഗാവതരണം സമാപിക്കുന്നു. തുടർന്നാണ് ദാരികവധം. ദാരികവധത്തിന് ശേഷം ഭദ്രകാളി കുട്ടികളെ എടുത്തൊഴിയുകയും പന്തമൊഴിഞ്ഞ് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ മുടിയും ഒഴിഞ്ഞ് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നതോടുകൂടി മുടിയേറ്റിൻ്റെ ചടങ്ങ് പൂർണ്ണമാകുന്നു.